ഒരു കാലത്തോടെ ഒരുമിച്ചായിരുന്നു. ഒരു ശ്വാസം പോലും, സൂര്യന്റെ അവസാന കിരണങ്ങൾ പോലും അവരില്ലാതെ മങ്ങിയിരുന്നില്ല. കളിച്ചും ചിരിച്ചും അവർ ഒരുപാട് ദൂരങ്ങൾ താണ്ടി. അതൊരു കഥയായിരുന്നു. സൗഹൃദത്തിൽ ജനിച്ച് പ്രതികാരത്തിന്റെ ഇരുണ്ട തീയിൽ മുങ്ങിപ്പോയൊരു കഥ. ഒരു വാക്കുകൊണ്ടില്ലാതായ സൗഹൃദത്തിന്റെ കഥ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്ത കഥ. കാലം മുന്നോട്ട് പോകുമ്പോൾ സൗഹൃദത്തിന്റെ കെട്ടുറപ്പിന് വിള്ളലുകൾ വീണു. ഒരു വാക്ക് മതിയായിരുന്നു ആ സൗഹൃദത്തിന്റെ വേരവെക്കം. അവർ പിരിഞ്ഞു. രണ്ട് വഴികളായി. നിയമത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് നിഴൽ ലോകത്തേക്ക് അവർ കാലെടുത്തു വെച്ചു. ചോര വീണ് ചുവന്ന തെരുവുകളിൽ അവർ ഒരുപാട് ഓർമ്മകൾ വീണ്ടും ഓർത്തെടുത്തു. പക്ഷെ അതൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. ഒരു നാളായിരുണ്ട ലോകത്ത് അവരുടെ പാതകൾ വീണ്ടും കൂട്ടിമുട്ടി. വെടിയൊച്ചകളാൽ വിറങ്ങലിച്ച തെരുവുകളിൽ ചോരയുടെ ചുവപ്പ് നിറഞ്ഞ ഒരു യുദ്ധക്കളത്തിൽ. ആ യുദ്ധത്തിൽ രക്തം ചീന്തി ഒരു ജീവൻ അപ്രതീക്ഷിതമായി മാഞ്ഞുപോയി. ഒരു ഞെട്ടലോടെ അവർ നിശബ്ദമായി. ആ നിശബ്ദതയ്ക്ക് ഒരു വലിയ ഇടവേള ഉണ്ടായിരുന്നു. ഒരിക്കൽ വീണവരെ ലോകം മറന്നേക്കാം, പക്ഷെ അവർക്കതിനാകുമായിരുന്നില്ല. ഒരു മരവിപ്പ് പോലെ അതവരെ പൊതിഞ്ഞു. അവർക്കിടയിൽ പകയുടെ കറുത്ത തിരമാലകൾ അലയടിച്ചു. കാലം മായ്ക്കാത്ത ചില മുറിവുകളുണ്ട്. ആ മുറിവിൽ നിന്നും പ്രതികാരത്തിന്റെ അഗ്നി ആളിക്കത്തി. ലോകത്തിന്റെ പല കോണുകളിലായിരുന്ന അവർ ഒരു ലക്ഷ്യത്തിനായി, ഒരൊറ്റ ലക്ഷ്യത്തിനായി വീണ്ടും ഒരുമിച്ചു. പ്രതികാരം. റിവെഞ്ച്. ചരിത്രം രചിച്ച മണ്ണിൽ തന്നെ അവർ വീണ്ടും ഒന്നിച്ചു. ചോരയാൽ എഴുതപ്പെട്ട ചരിത്രത്തിന്റെ നിശബ്ദത ഭേദിച്ച തയ്യാറെടുപ്പുകൾ ചെറുതായിരുന്നില്ല. കാര്യം കുത്തിക്കഴിഞ്ഞ ഒരു തിരിതിരിച്ച് കത്തി വലിച്ചു ഊരുമുണ്ടല്ല, അവന്റെ കൊടലും പണ്ടൊക്കെ പുറത്തു വരണം. ഓരോ ജീവിതവും ഓരോ തിരക്കഥയാണ്. ഇതുവരെ നടന്നതെല്ലാം അദൃശ്യനായ ഒരാളുടെ കഥയിലെ വെറും രംഗങ്ങൾ മാത്രം. ഇവരെല്ലാം അതിലെ കഥാപാത്രങ്ങൾ. എന്നാൽ യഥാർത്ഥ രചയിതാവ് കാണാമറയത്തിരുന്ന് ഇവർക്കായി പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ അയാൾ വരുമെന്ന് ഈ നഗരത്തിനറിയാമായിരുന്നു. കാരണം ഈ കഥയുടെ അവസാന അധ്യായം അയാൾ എഴുതി തീർത്ത ചരിത്രം.